ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്കൂട്ടേഴ്സ് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ് സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ വെഹിക്കിൾസ്. അങ്ങനെ ഇരിക്കെ സ്കൂട്ടേഴ്സ് തന്നെ നമ്മൾ ടോപ്പ് 5 ബെസ്റ്റ് സ്കൂട്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ സജഷൻ മാത്രമല്ല, പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഐ ബട്ടണിൽ മെൻഷൻ ചെയ്തേക്കാം. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടോപ്പ് 5 ആയിട്ടുള്ളൊരു സ്കൂട്ടേഴ്സ് നോക്കിയാണ്. പക്ഷെ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വെച്ചല്ല. റീസെൻ്റ്ലി ഏപ്രിൽ മന്തിൽ സ്കൂട്ടേഴ്സിൻ്റെ സെയിൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മന്തിലെ സെയിൽ വെച്ചിട്ട് ടോപ്പ് 5 നിൽക്കുന്ന സ്കൂട്ടേഴ്സ് ഏതൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇയർ ബൈ ഇയർ അതിന് ഇൻക്രീസാണ് വന്നിട്ടുള്ളത്, അതുപോലെ മാർച്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നെല്ലാം ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വലിച്ചിടാണ്ട് നമുക്ക് ഏതൊക്കെയാണ് മോഡൽ നോക്കിയാലോ. ദെൻ ലെറ്റ്സ് ഗോ. അപ്പോൾ ടോപ്പ് 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത് ഹീറോയുടെ വിഡ മോഡലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാർച്ചിലെ സെയിൽ വെച്ച് നോക്കുമ്പോൾ ഏപ്രിലിൽ കുറച്ച് ഡൗൺ ആയിട്ട് തന്നെയാണ് സെയിൽ വന്നിട്ടുള്ളത്. ബട്ട് ഇയർ ഓൺ ഇയർ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ വിഡയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ഇൻക്രീസാണ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മന്തിൽ സെയിൽ വന്നിട്ടുള്ള 6123 യൂണിറ്റാണ് സെയിലായിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് മന്ത് അതായത് മാർച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7977 യൂണിറ്റ്സാണ് സെയിൽ വന്നിട്ടുള്ളത്. സോ മാർച്ചിലെ ബേസിൽ ചെറിയൊരു ഡിക്രീസ് ഏപ്രിൽ മന്തിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇയർ ഓൺ ഇയർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അപ്പർ സൈഡ് തന്നെയാണ് ഹീറോ വീഡയുടെ സെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരിയേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന മോഡൽസിൽ അവർ ആ ഒരു ഇഷ്യൂസ് എല്ലാം തീർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നെക്സ്റ്റ് 4th പൊസിഷനിൽ വന്നിട്ടുള്ളത് ഏതറിൻ്റെ മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏപ്രിൽ മന്തിൽ സെയിൽ നോക്കുവാണെങ്കിൽ 13,167 യൂണിറ്റ്സാണ് ഈ ഒരു മോഡൽ സെയിലായിട്ടുള്ളത്. മാർച്ച് മാസത്തെ നോക്കുവാണെങ്കിൽ 15,446 യൂണിറ്റ്സാണ് ഈ ഒരു വണ്ടി സെയിലായിട്ടുള്ളത്. അറൗണ്ട് മാർച്ചിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആണ് സെയിൽ വന്നിട്ടുള്ളതെങ്കിലും ഇയർ ഓൺ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിലെ സെയിൽ നല്ല രീതിയിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഏതർ നമുക്കറിയാം അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ സർവീസിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്കൂട്ടർ തന്നെയാണ് ഏതറിൻ്റെ എല്ലാ മോഡൽസും ഉണ്ട്. എല്ലാ മന്ത് ഓൺ മന്ത് ആയിട്ടുള്ള സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് അവരുടെ സെയിൽസിലും അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് 3rd പൊസിഷനിൽ വരുന്നത് ബജാജിൻ്റെ ചേതക്കാണ് വരുന്നത്. ഏപ്രിൽ മന്തിൽ സെയിൽ നോക്കുവാണെങ്കിൽ 19,001 യൂണിറ്റാണ് ഈ ഒരു മോഡൽ സെയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് മാർച്ച് മാസത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഡിഫറൻസ് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. മാർച്ചിലെ സെയിൽ നോക്കുവാണെങ്കിൽ 34,863 യൂണിറ്റ്സാണ് മാർച്ചിൽ സെയിൽ ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽ ഈ ഒരു മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ കമ്പാരിറ്റീവ്ലി മാർച്ച് വെച്ച് ഏപ്രിൽ കുറവാണ് വന്നിട്ടുള്ളത്. സോ ഇയർ ബൈ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 152% ഒരു അപ്പർ സൈഡ് തന്നെയാണ് ഇതിൻ്റെ സെയിൽ കാര്യങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ ചേതക്കിൻ്റെ പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വന്നിരുന്ന എല്ലാ മോഡൽസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീച്ചേഴ്സും ഒത്തിരിയേറെ കംപ്ലയിൻസും അവർ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സോ ആ ഒരു ഡിഫറൻസ് ഈ വരുന്ന എല്ലാ മോഡൽസിനും സെയിൽസിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് 2nd പൊസിഷനിൽ വരുന്നത് ഓലയുടെ മോഡൽസ് തന്നെയാണ് കേട്ടോ. ഏപ്രിൽ മാസത്തെ സെയിൽ നോക്കുവാണെങ്കിൽ 19,709 യൂണിറ്റ്സാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് മാർച്ചിൽ വെച്ച് നോക്കുമ്പോൾ 23,430 യൂണിറ്റ്സാണ് മാർച്ചിൽ സെയിലായിട്ടുള്ളത്. സോ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഏപ്രിലിൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇയർ ബൈ ഇയർ നോക്കുവാണെങ്കിൽ 40% ഹൈക്ക് കാര്യങ്ങൾ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സർവീസ് ഇഷ്യൂ സിറ്റുവേഷൻസ് എല്ലാം ഇപ്പോൾ ഓലയുടെ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഓലയുടെ സർവീസ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്യേണ്ടതാണ് അറിയാൻ സാധിച്ചത്. സോ അതിൻ്റെ ബേസിൽ തന്നെ അവരുടെ സെയിൽസിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് ഇഷ്യൂസ് കാര്യങ്ങൾ മാക്സിമം ടേക്കപ്പ് ചെയ്യാൻ ഓരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്കൂട്ടർ തന്നെയാവും ഓല വീണ്ടും വരാൻ പോകുന്നത്. ഫൈനലി നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന TVSൻ്റെ iQube മോഡൽസ് തന്നെയാണ് കേട്ടോ. സോ അത് തന്നെയാണ് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സെയിൽസിൽ അവരിപ്പോൾ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം അവരുടെ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ സർവീസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഇപ്പോൾ ഏപ്രിൽ മന്തിൽ സെയിൽ നോക്കുകയാണെങ്കിൽ 19,736 യൂണിറ്റ്സാണ് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ 30,453 യൂണിറ്റ്സ് സെയിൽ ചെയ്തൊരു കമ്പനി തന്നെയാണ്. പക്ഷേ മാർച്ചിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് നമുക്ക് ഏപ്രിൽ വന്നിട്ടുള്ള സെയിൽ കാര്യങ്ങൾ. ബട്ട് ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ 157% ആയിട്ടുള്ള ഒരു അപ്പർ സൈഡാണ് കമ്പനിക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ iQube ST മോഡൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
മെയിനായിട്ടും അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടി വി എസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സർവീസിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസ് സപ്പോർട്ട് തന്നെയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മെജോറിറ്റിയും കംപ്ലയിൻറ്റ്സ് കുറവുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടും എനിക്ക് ടി വി എസിൻ്റെ ഐക്യൂബിൽ തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ്. ആൻഡ് സർവീസസും അതുപോലെ തന്നെ കമ്പനിയുടെ പോർഷനിൽ നിന്നും കിട്ടുന്നു. അപ്പോൾ ഈ ഒരു 5 മോഡൽസ് ആണ് നമുക്ക് ഏപ്രിൽ മന്തിലെ EV സ്കൂട്ടേഴ്സിലെ സെയിൽ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പ് 5 മോഡൽസ്. ഇപ്പോൾ 5th പൊസിഷനിൽ നമുക്ക് ഹീറോയും അതുപോലെ തന്നെ 4th പൊസിഷനിൽ ഏതറും ആൻഡ് 3rd പൊസിഷനിൽ ബജാജും ആൻഡ് 2nd പൊസിഷനിൽ ഓല, 1st പൊസിഷൻ TVS iQube. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് 5 വന്നിട്ടുള്ള മോഡൽസ്. അപ്പോൾ നിങ്ങൾ EV സ്കൂട്ടേഴ്സ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സെയിൽസ് ബേസ്ഡ് മാത്രം നിങ്ങൾ നോക്കാമെന്നല്ല, വണ്ടിയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പോൾ ഓൾറെഡി പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ടോപ്പ് 5 മോഡൽസിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഐ ബട്ടണിൽ നൽകിയേക്കാം. അപ്പോൾ നിങ്ങൾ EV സ്കൂട്ടർ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് EV സ്കൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.